മഹേഷിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മരണകാരണം സംബന്ധിച്ച് വ്യക്തതയില്ല എന്നതാണ് പോലീസിന്റെ വിശദീകരണം. മർദ്ദനം മരണത്തിന് കാരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറഞ്ഞിട്ടില്ല. രാസപരിശോധനയ്ക്ക് ശേഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്നാണ് മ്യൂസിയം പോലീസ് അറിയിച്ചത്. ഷഫീദ് റാവുത്തർ വിവരങ്ങളുമായി. ഷഫീദ്, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഗുരുതരമായ മുറിവുകളുണ്ട്, അതുപോലെ തന്നെ ചതവുകളുമൊക്കെ ഉണ്ട് എന്ന് പറയുന്നു. ആ സമയത്താണ് കുടുംബത്തിന്റെ ആരോപണം കൂടി ഇവിടെ ഗൗരവത്തിൽ എടുക്കേണ്ടതെന്ന് തോന്നുന്നു. കാരണം അതിക്രൂരമായ മർദ്ദനത്തിന് ഈ യുവാവ് വിധേയനായിട്ടുണ്ട് എന്നാണ് സഹോദരിയും മാതാവും പറയുന്നത്. പോലീസിന്റെ വിശദീകരണം എങ്ങനെയാണ്? പോലീസ് ഇതിൽ ആക്ഷൻ ചെയ്യുന്നില്ല, ഇനാക്റ്റീവ് ആണ് എന്നുള്ളതാണല്ലോ കുടുംബത്തിന്റെ ആരോപണം. അനുജ, അക്കാര്യത്തിൽ പോലീസ് സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങൾ അതവർ ഉയർത്തി കാണിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കോടതിയിലേക്കടക്കം പോകുമ്പോൾ ഈ കേസ് എങ്ങനെ നിലനിൽക്കുമെന്നുള്ള കാര്യത്തിൽ അവർക്ക് ആശങ്കയുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിലവിൽ ഇപ്പോൾ ഈ മഹേഷിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ശരീരത്തെ കുറച്ച് മുറിവുകളടക്കമുള്ള കാര്യങ്ങളുണ്ട്. പക്ഷേ ഏതെങ്കിലും തരത്തിൽ അതാണ് അദ്ദേഹത്തിന്റെ ഡെത്തിലേക്ക്, മരണത്തിലേക്ക് നയിച്ചത് എന്ന് പറയാൻ ഷാർപ്പായി പറഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ആന്തരികാവയവങ്ങളുടെ രാസപരിശോധനയ്ക്ക് ശേഷം, രാസപരിശോധനാ ഫലം വന്ന ശേഷം അക്കാര്യത്തിൽ മരണകാരണം എന്താണ് എന്ന് വ്യക്തമാവുകയുള്ളൂ എന്ന് പോലീസ് പറയുന്നത്. മാത്രവുമല്ല, അതിൽ തന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ തന്നെ അദ്ദേഹത്തിന്റെ മരണകാരണം എന്ന രീതിയിൽ പറയുന്നത് അദ്ദേഹത്തിന്റെ ശ്വാസകോശത്തിൽ രക്തം കട്ടപിടിച്ചും നീർക്കെട്ടടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ അതെങ്ങനെയുണ്ടായി എന്നത് സംബന്ധിച്ച് പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ അടക്കം പോലീസിനോട് പങ്കുവച്ചിരിക്കുന്നത് ഒരു പക്ഷേ തുടർച്ചയായി ഇങ്ങനെ കിടക്കുമ്പോൾ തുടർച്ചയായി ഉണ്ടാകുന്ന ആഘാതങ്ങൾ, സ്വയമേ ശരീരത്തിൽ ഉണ്ടാക്കുന്ന ആഘാതങ്ങൾ, അതൊക്കെ അതിന് കാരണമായേക്കാം എന്നുള്ളതാണ് പോലീസിന് ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടർ പറഞ്ഞിരിക്കുന്ന കാര്യം. അതുകൊണ്ടുകൂടിയാണ് ആന്തരികാവയവങ്ങൾ ശേഖരിച്ച് ഇപ്പോൾ രാസപരിശോധനയ്ക്ക് അയച്ചിരിക്കുന്നത്. ആന്തരികാവയവങ്ങളുടെ രാസപരിശോധനാ ഫലം വന്നാൽ മാത്രമേ എന്താണ് മഹേഷിന്റെ മരണത്തിലേക്ക് നയിച്ചത് എന്നുള്ള കാര്യം ഷാർപ്പായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയൂ. അതേസമയം പോലീസ് നടത്തിയ അന്വേഷണത്തിൽ മറ്റു ചില സംഭവങ്ങൾ കൂടി ഇപ്പോൾ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ആ സംഭവം ഇങ്ങനെയാണ്. അതായത് മഹേഷിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ അദ്ദേഹത്തിന്റെ മാനസിക പ്രശ്നം വളരെ ഗുരുതരമായിരുന്നു. മാത്രവുമല്ല, അദ്ദേഹത്തെ ഏതെങ്കിലും തരത്തിൽ കൺട്രോൾ ചെയ്യാൻ കഴിയുന്ന സാഹചര്യത്തിലായിരുന്നില്ല. അതുകൊണ്ടാണ് അദ്ദേഹത്തെ ഈ സെക്യൂരിറ്റി ജീവനക്കാർ അങ്ങനെ പിടിച്ചത്. മാത്രവുമല്ല, 24 പുറത്തു കൊണ്ടുവന്ന വലിയ വാർത്തയാണ് ഇതിൽ മഹേഷിന്റെ മരണത്തിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ളത്. പോലീസ് അന്വേഷണത്തിലൂടെ തന്നെയാണ് ഇനി പുറത്തു വരേണ്ടത്. ഇപ്പോൾ വരുന്ന ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.